ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ 88 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് പുരോഗമിക്കുമ്പോൾ ഭേദപ്പെട്ട പോളിംഗ്. 12 മണിവരെ ശരാശരി 25% പേർ വോട്ട് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് കനത്ത പോളിംഗ്. 12:20 വരെ പോളിംഗ് ശതമാനം 33.4 കടന്നു. വോട്ട് രേഖപ്പെടുത്തി പ്രമുഖ നേതാക്കൾ. വിവിപാറ്റ് മുഴുവൻ എണ്ണണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി തള്ളി. പേപ്പർ ബാലറ്റിലേക്ക് തിരിച്ചു പോകണമെന്ന ആവശ്യവും കോടതി നിരാകരിച്ചു. IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സിനെ ഇന്ന് നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ 12 സംസ്ഥാനങ്ങളിലും ജമ്മുകശ്മീരിലെ ഒരു മണ്ഡലത്തിലും ഉൾപ്പെടെ 88 സീറ്റുകളിൽ വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. ആദ്യ റിപ്പോർട്ടുകൾ പ്രകാരം മിക്ക മണ്ഡലങ്ങളിലും ഭേദപ്പെട്ട പോളിംഗാണ് രേഖപ്പെടുത്തിയത്. പശ്ചിമബംഗാൾ, ത്രിപുര, മണിപ്പൂർ, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ 12 മണിയോടെ 30% പേർ വോട്ട് രേഖപ്പെടുത്തി. 18% പേർ വോട്ട് രേഖപ്പെടുത്തിയ മഹാരാഷ്ട്രയാണ് പിന്നിൽ. മറ്റ് സംസ്ഥാനങ്ങളിൽ 25%-ത്തോടടുത്താണ് പോളിംഗ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് സംസ്ഥാനത്ത് 5 മണിക്കൂർ പിന്നിടുമ്പോൾ കനത്ത പോളിംഗ്. ഉച്ചയ്ക്ക് 12:20 വരെയുള്ള റിപ്പോർട്ട് പ്രകാരം 33.4% പേർ വോട്ട് രേഖപ്പെടുത്തി. മിക്ക ബൂത്തുകളിലും രാവിലെ 7 മുതൽ വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു. എല്ലാ മണ്ഡലങ്ങളിലും 11 മണിയോടെ പോളിംഗ് 20% കടന്നു. പലയിടത്തും കനത്ത ചൂടിനെ അവഗണിച്ചും വൻതോതിൽ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്താൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രമുഖ നേതാക്കളും സ്ഥാനാർത്ഥികളും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താനെത്തി. സംസ്ഥാനത്ത് വോട്ടിംഗ് പുരോഗമിക്കുമ്പോൾ വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള ആദ്യ പോളിംഗ് ശതമാനം ലഭ്യമായിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12:20 വരെയുള്ള കണക്കുകൾ പ്രകാരം പോളിംഗ് ശതമാനം 33.4%. 20 മണ്ഡലങ്ങളിലെയും പോളിംഗ് ശതമാനം ഇപ്രകാരമാണ്. തിരുവനന്തപുരം 32.5, ആറ്റിങ്ങൽ 35.15, കൊല്ലം 33.07, പത്തനംതിട്ട 33.63, മാവേലിക്കര 33.8, ആലപ്പുഴ 35.13, കോട്ടയം 33.5, എറണാകുളം 32.92, ഇടുക്കി 34.79, ചാലക്കുടി 33.48, തൃശൂർ 33.48, പാലക്കാട് 35.10, ആലത്തൂർ 33.27, മലപ്പുറം 35.58, പൊന്നാനി 29.66, കോഴിക്കോട് 31.58, വടകര 32.18, വയനാട് 34.12, കണ്ണൂർ 34.51, കാസർഗോഡ് 33.82 എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ പോളിംഗ് പുരോഗമിക്കുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി നീരജ് ലാൽ ചേരുന്നു. നീരജ്, മറ്റ് മണ്ഡലങ്ങളിലേതുപോലെ തന്നെ കൊല്ലത്തും ആദ്യ മണിക്കൂറുകളിൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. നിലവിലും എല്ലാ ബൂത്തുകളിലും വൻതോതിൽ വോട്ടർമാർ എത്തുന്നുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ലിൻസ, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം കോർപ്പറേഷൻ പരിധിയിലെ ബേസിക് ട്രെയിനിങ് സെന്ററിൽ സജ്ജമാക്കിയിരിക്കുന്ന പോളിംഗ് ബൂത്തിലാണ്. ഇത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ 147 നമ്പർ ബൂത്താണ്. ഇവിടെ ഈ നട്ടുച്ചയ്ക്കും സാമാന്യം തിരക്കുണ്ട്. അതേസമയം ചില ബൂത്തുകളിൽ രാവിലെ മുതൽ തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ചൂടിനെയൊന്നും വകവയ്ക്കാതെ വോട്ടർമാർ വലിയ തോതിൽ വോട്ട് ചെയ്യുന്ന ഒരു കാഴ്ച ചില ബൂത്തുകളിൽ കാണാം. ഇപ്പോൾ ഏകദേശം ഈ വോട്ടിംഗ് ആരംഭിച്ച് 5.5 മണിക്കൂർ പിന്നിടുമ്പോൾ ജില്ലയിലെ വോട്ടിംഗ് ശതമാനം ഏകദേശം 33 അടുത്തിരിക്കുന്നു. അതായത് വോട്ടർമാരിലെ ആകെ എണ്ണത്തിൽ 1/3 പേര് ജില്ലയിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞതായി നമുക്ക് കണക്കാക്കാം. ഏറ്റവും കൂടുതൽ വോട്ടിംഗ് നടന്നിരിക്കുന്നത് ചടയമംഗലം, പുനലൂർ മേഖലകളിലാണ്. കുറവുള്ളത് ചാത്തന്നൂർ മണ്ഡലത്തിലാണ് നേരിയ കുറവുള്ളത്. നന്ദി നീരജ്. വോട്ടിംഗ് പുരോഗമിക്കുന്നു. നന്ദി നീരജ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കോട്ടയത്ത് പതിറ്റാണ്ടുകൾക്ക് ശേഷം കേരള കോൺഗ്രസ് വിഭാഗങ്ങൾ തമ്മിൽ നേരിട്ടുള്ള പോരാട്ടങ്ങൾക്കാണ് വേദിയാകുന്നത്. മണ്ഡലത്തിൽ നിന്നുള്ള പോളിംഗ് വിശേഷങ്ങളുമായി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മികച്ച നിലയിൽ തുടങ്ങിയ വോട്ടെടുപ്പ് സുഗമമായി മുന്നേറുന്നു. പോളിംഗ് ശതമാനം ക്രമാനുഗതമായി ഉയരുകയും ചെയ്യുന്നു. 2 മണിക്കൂറിനകം 12.14% പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലത്തിൽ 3-ാം മണിക്കൂറിൽ അത് 19.06%, 4-ാം മണിക്കൂറിൽ 25.7% ഉയർന്നു. ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും മികച്ചതും ഏതാണ്ട് തുല്യവുമായ പോളിംഗാണ് രേഖപ്പെടുത്തുന്നത്. പുരുഷന്മാർക്ക് ഒപ്പം തന്നെ സ്ത്രീകളും വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി രവികുമാർ ചേരുന്നു. രവി, ആദ്യ മണിക്കൂറുകളിലെ വർദ്ധിച്ച പോളിംഗ് ശതമാനത്തെ എങ്ങനെയാണ് 3 മുന്നണികളും വിലയിരുത്തുന്നത്? ലിൻസ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ആദ്യമാണ് ആലപ്പുഴയിൽ ഇത്രയേറെ ശക്തമായ ത്രികോണ മത്സരം നടന്നത്.
അതേപോലെ തന്നെ ശക്തമായ പോളിംഗും രാവിലെ മുതൽ ആലപ്പുഴയിൽ നടക്കുകയാണ്. അതിനാൽ 3 മുന്നണികളും ആശങ്കയിലാണ്. ആലപ്പുഴ, അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലങ്ങളിലാണ് കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ, തീരദേശ ഗ്രാമങ്ങളിൽ വലിയ നീണ്ട നിര ഇപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 3 മുന്നണികളും ആലപ്പുഴയിൽ ആശങ്കയിലാണ്. ശരി, നന്ദി രവി. മെട്രോ നഗരമായ എറണാകുളം മണ്ഡലത്തിൽ വോട്ടർമാർ ഇത്തവണ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് പ്രവചനാതീതമാണ്. പല ബൂത്തുകളിലും സ്ത്രീകളുടെ നീണ്ട നിര കാണാനാകുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകതയെന്ന് ആകാശവാണി കൊച്ചി ലേഖകൻ രാജ്മോഹൻ റിപ്പോർട്ട് ചെയ്യുന്നു. എറണാകുളം മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ വോട്ടെടുപ്പ് സുഗമമായി പുരോഗമിക്കുന്നു. രാവിലെ 7 മണിയോടെ തന്നെ വിവിധ ബൂത്തുകളിൽ നീണ്ട ക്യൂ രൂപപ്പെട്ടിരുന്നു. പല ബൂത്തുകളിലും സ്ത്രീകളുടെ നീണ്ട നിര കാണാമായിരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വടക്കൻ പറവൂരിലെ കേസരി ഹാളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. NDA സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണൻ, സിറ്റിംഗ് MPയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ ഹൈബി ഈഡൻ, LDF സ്ഥാനാർത്ഥി KJ ഷൈൻ എന്നിവർ അതത് പോളിംഗ് ബൂത്തുകളിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ചില ബൂത്തുകളിൽ സാങ്കേതിക തകരാർ മൂലം പോളിംഗ് അല്പസമയം തടസ്സപ്പെട്ടെങ്കിലും അവ പരിഹരിച്ച് പോളിംഗ് പുനരാരംഭിച്ചു. ഇനി വോട്ടെടുപ്പ് സംബന്ധിച്ച തത്സമയ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് ചേരുന്നു. അരുൺ, ആദിവാസി മേഖലകളിലും പോളിംഗ് ശതമാനം ഉയർന്നതാണോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വാർത്തകൾ? ലിൻസ, വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ 5.5 മണിക്കൂർ പോളിംഗ് പിന്നിട്ടപ്പോൾ 30% പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആദിവാസി വോട്ടർമാരുള്ള തിരുനെല്ലി പഞ്ചായത്തിൽ കനത്ത പോളിംഗ് ആണ് ഉള്ളത്. മിക്ക ബൂത്തുകളിലും രാവിലെ മുതൽ തന്നെ നീണ്ട നിര കാണാമായിരുന്നു. മണിക്കൂറുകൾ ക്യൂ നിന്നാണ് പലരും വോട്ടുകൾ രേഖപ്പെടുത്തി മടങ്ങുന്നത്. നിലവിൽ 2 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. ഒന്ന് വെൺമണി ALP സ്കൂളും കൈതക്കൊള്ളി LP സ്കൂള്. ഇവിടങ്ങളിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. CRPF, SSB, തമിഴ്നാട്ടിലെ പോലീസ് സംഘം, കേരള പോലീസ് ഉൾപ്പെടെയുള്ള സംഘത്തിൽ കനത്ത സുരക്ഷയിലാണ് ഇവിടെയൊക്കെ പോളിംഗ് പുരോഗമിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ മാവോയിസ്റ്റ് സംഘം എത്തി വോട്ട് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത തലപ്പുഴ കമ്പമലയിൽ തൊഴിലാളികൾ ഒന്നടങ്കം വോട്ടിങ്ങിന് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇതുവരെയും വയനാട്ടിൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ശരി അരുൺ, ശരി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിലും പോളിംഗ് പുരോഗമിക്കുകയാണ്. മുതിർന്ന പൌരന്മാർക്ക് വോട്ടെടുപ്പ് സുഗമമാക്കാനുള്ള സൌകര്യം പോളിംഗ് ബൂത്തുകളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P ജഗന്നിവാസൻ. കാസർഗോഡ് ജില്ലയിൽ സമാധാനപരമായി തന്നെയാണ് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയും ഇതുവരെ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുതിർന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും ക്യൂവിൽ നിൽക്കാതെ തന്നെ വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിലും സ്ത്രീകൾ നിയന്ത്രിക്കുന്ന ഓരോ പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാർ നിയന്ത്രിക്കുന്ന 2 പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിലുള്ളത്. യുവാക്കൾ നിയന്ത്രിക്കുന്ന മഞ്ചേശ്വരത്തെ ഒരു പോളിംഗ് സ്റ്റേഷനും ജില്ലയിലുണ്ട്. കണ്ണൂരിൽ പോളിംഗ് പൊതുവെ സമാധാനപരം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ ടെലിഫോണിൽ ചേരുന്നു. ശശിധരൻ, മുഴുവൻ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയതിനെ എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത്? വിശദാംശങ്ങൾ പറയൂ. ഇൻസാറ്റ് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ബൂത്തുകളും, അതായത് 1866 ബൂത്തുകളും വെബ്കാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനായി 2664 4G ക്യാമറകളാണ് ബൂത്ത് സജ്ജമാക്കിയിട്ടുള്ളത്. പ്രശ്ന സാധ്യതാ ബൂത്തുകളിൽ ബൂത്തുകൾക്ക് പുറത്തുകൂടി ക്യാമറ സജ്ജമാക്കിയിട്ടുണ്ട്. ശബ്ദം ഉൾപ്പെടെ റെക്കോർഡ് ചെയ്യാനും ഒപ്പം തന്നെ ഇത് കൺട്രോൾ റൂമിൽ പ്രത്യേക സംവിധാനത്തോടെ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി 115ഓളം ഉദ്യോഗസ്ഥരെയാണ് വെബ്കാസ്റ്റിംഗ് കൺട്രോൾ റൂമിൽ ഒരുക്കിയിട്ടുള്ളത്. LDFന് ചരിത്ര വിജയമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. RC അമല ബേസിക് UP സ്കൂളിൽ രാവിലെ തന്നെ കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്താനെത്തിയ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കേരള വിരുദ്ധ സമീപനം BJPയും BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റും സ്വീകരിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് വിജയിച്ചുപോയ UDFന്റെ ഭാഗമായ 18 അംഗങ്ങളും അതോടൊപ്പം കോൺഗ്രസും UDF കേരള വിരുദ്ധ സമീപനമാണ് തുടർച്ചയായി സ്വീകരിച്ചു വന്നത്. അതിനെതിരെയുള്ള ശക്തമായ വികാരം കേരളത്തിൽ വലിയ തോതിൽ അലയടിച്ചുയർന്നിരിക്കുന്നു. ഈ കേരള വിരുദ്ധ ശക്തികൾക്കെതിരെ പ്രതികരിക്കാനുള്ള അവസരം എന്ന നിലയിലാണ് കേരളത്തിൽ മുഴുവൻ സീറ്റുകളും UDF നേടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പറവൂർ കേസരി ബാലകൃഷ്ണ മെമ്മോറിയൽ കോളേജിൽ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി. നമ്മുടെ രാജ്യം, നമ്മുടെ ഇന്ത്യ ജീവിക്കണമെന്നാണ് ഉത്തരം കൊടുക്കുന്നതെങ്കിൽ ഈ വർഗീയ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ താഴെ ഇറക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേശീയതലത്തിൽ ഒരു സർക്കാർ ഉണ്ടാകണം എന്ന് രാജ്യത്ത് ബഹുഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിശബ്ദമായൊരു തരംഗം രാജ്യത്ത് എല്ലായിടത്തും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കേരളത്തിൽ അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനങ്ങളുടെ അമർഷവും പ്രതിഷേധവും രോഷവും എല്ലാം പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്.
കേരളത്തിൽ ചരിത്രം സൃഷ്ടിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണത്തേതെന്ന് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥിയായ വി മുരളീധരൻ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അഭിപ്രായപ്പെട്ടു. അഴിമതിരഹിത സദ്ഭരണം കാഴ്ചവെച്ച നരേന്ദ്രമോദി സർക്കാരിന് തുടർച്ചയേകാനുള്ള തീരുമാനം രാജ്യമാകെ ജനങ്ങൾ എടുത്തതായിട്ടാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരായിട്ട് വിധിയെഴുതാനുള്ള തീരുമാനത്തോടൊപ്പം നിൽക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ പോളിംഗ് ശതമാനം ഇപ്രകാരമാണ്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഉത്തർപ്രദേശ് 24.31, കർണാടക 22.34, പശ്ചിമബംഗാൾ 31.25, അസം 27.43, ബീഹാർ 21.68, ഛത്തീസ്ഗഡ് 35.47, രാജസ്ഥാൻ 26.84, മഹാരാഷ്ട്ര 18.83, മധ്യപ്രദേശ് 28.15, ത്രിപുര 36.42, മണിപ്പൂർ 33.22, ജമ്മു കശ്മീർ 26.61 എന്നിങ്ങനെയാണ് വോട്ടിംഗ് ശതമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ റെക്കോർഡ് സംഖ്യയിൽ സമ്മതിദാനം വിനിയോഗിക്കാൻ അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉയർന്ന വോട്ടിംഗ് ശതമാനം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യുവാക്കളോടും വനിതകളോടും കൂട്ടമായെത്തി വോട്ട് രേഖപ്പെടുത്താനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. VVPAT പൂർണ്ണമായി എണ്ണണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി തള്ളി. പേപ്പർ ബാലറ്റിലേക്ക് തിരികെ പോകേണ്ടതില്ലെന്നും കോടതി വിധിച്ചു. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും ഉൾപ്പെട്ട ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. സാങ്കേതിക കാര്യങ്ങളിൽ സുപ്രീംകോടതി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. മൈക്രോ കൺട്രോളർ പരിശോധിക്കണം എന്ന ഹർജിക്കാരുടെ ആവശ്യം വോട്ടെണ്ണലിന് ശേഷം വേണമെങ്കിൽ ഉന്നയിക്കാമെന്നും ഉത്തരവിലുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വിജ്ഞാപനം ഇന്ന്. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഉത്തർപ്രദേശിലെ 14 സീറ്റുകളിലും മഹാരാഷ്ട്രയിലെ 13 സീറ്റുകളിലും പശ്ചിമബംഗാളിലെ 7 സീറ്റുകളിലും 5ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. മെയ് 3 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. അടുത്ത മാസം 20-നാണ് വോട്ടെടുപ്പ്. IPL-ൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്ത ഈഡൻ ഗാർഡൻസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ദല്ലാൾ നന്ദകുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ EP ജയരാജനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. EP ജയരാജന് ജാഗ്രത കുറവുണ്ടായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തരക്കാരുമായി പരിചയത്തിനപ്പുറത്തുള്ള ബന്ധമോ ലോഹ്യമോ ആവശ്യമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. EP ജയരാജൻ, പ്രകാശ് ജാവ്ദേക്കർ ചർച്ചയിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൂട്ടുപ്രതിയെ തള്ളിപ്പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഒന്നാം പ്രതിയായ മുഖ്യമന്ത്രിയെന്ന് ശ്രീ VD സതീശൻ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ 88 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് പുരോഗമിക്കുമ്പോൾ ഭേദപ്പെട്ട പോളിംഗ്. 12 മണിവരെ ശരാശരി 25% പേർ വോട്ട് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് കനത്ത പോളിംഗ്. 12:20 വരെ പോളിംഗ് ശതമാനം 33.4 കടന്നു. വോട്ട് രേഖപ്പെടുത്തി പ്രമുഖ നേതാക്കൾ. VVPAT മുഴുവൻ എണ്ണണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി തള്ളി. പേപ്പർ ബാലറ്റിലേക്ക് തിരിച്ചു പോകണമെന്ന ആവശ്യവും കോടതി നിരാകരിച്ചു. IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സിനെ ഇന്ന് നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.